ഹലോ എവരിവൺ. ഇൻട്രാഡേയിൽ നിങ്ങളുടെ സക്സസ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് മെത്തേഡിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, പ്രൈസ് ആക്ഷൻ മെത്തേഡാണ്. വലിയൊരു എന്താ പറയുക സ്ട്രാറ്റജി ഒന്നുമല്ല, സിമ്പിളാണ്, പക്ഷേ അതുപോലെ തന്നെ പവർഫുൾ ആണ്. നമ്മൾ ഒരുപാട് വലുതിലേക്ക് പോകുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആവും. പക്ഷേ വളരെ സിമ്പിൾ ആകുമ്പോൾ അത് കൃത്യമായിട്ട് അവിടെ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഇൻഡെക്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ എടുക്കുന്ന സ്റ്റോക്കിൻ്റെ വീക്ക്ലി ടൈം ഫ്രെയിമിലും ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ സപ്പോർട്ടും റെസിസ്റ്റൻസും മാർക്ക് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് 1 hour ചാർട്ടിലും അതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ 50 മിനിറ്റ് 30 മിനിറ്റ് ഇതൊക്കെ മാർക്ക് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ 5 മിനിറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 3 മിനിറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ആ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിയിട്ട് ഇവിടുത്തെ സപ്പോർട്ടും റെസിസ്റ്റൻസിലെല്ലാം മാർക്ക് ചെയ്ത ശേഷം കൃത്യമായിട്ട് സ്റ്റോക്ക് ആ ഒരു സപ്പോർട്ട്, നിങ്ങളൊരു ബയ്യർ ആണെങ്കിൽ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ബൈ ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട് സെല്ലർ ആണെങ്കിൽ റെസിസ്റ്റൻസിൽ വരുമ്പോൾ സ്റ്റോക്കിനെ സെല്ല് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ പോയിന്റ്സ് ഇപ്പോൾ 2-3 രൂപയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിന് നമുക്ക് ആദ്യം അറിയേണ്ടത് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാനാണ്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, പോയി കാണാം. സിമ്പിളാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഷോർട്ട് സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് റെസിസ്റ്റൻസിൽ വരുമ്പോൾ അവിടെ നിന്ന് സെല്ല് ചെയ്യാനും, അതുപോലെ ഒരു ബയ്യർക്ക് കൃത്യമായിട്ട് ഒരു സപ്പോർട്ടിൽ വരുമ്പോൾ അവിടെ നിന്ന് ബൈ ചെയ്യാനും പറ്റും. ഇത് ഈ ഒരു കാര്യം കൊണ്ട് മാത്രമല്ല നടക്കുന്നത്, പലവിധം ഫാക്ടേഴ്സ് ഇതിപ്പോൾ കണ്ടില്ല, ഇവിടെയൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. പ്രൈസ് ആക്ഷനെ കുറച്ചും കൂടി മെത്തേഡ്സ് ഒക്കെ അറിയാം. നമ്മൾ ക്യാൻഡിൽസ് റീഡ് ചെയ്യാൻ അറിഞ്ഞാലാണ് കൃത്യമായിട്ട് നമുക്ക് അതുപോലെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ഒരു സോൺ കണ്ടില്ലേ, ഈ ഒരു സോണിന് സപ്പോർട്ട് എടുത്തു, പിന്നെ ഈ ഒരു സോണിന് സപ്പോർട്ട് എടുത്തു, പിന്നെ ഈ ഒരു സോണിന് സപ്പോർട്ട് എടുത്തു, പിന്നെ ഈ ഒരു സോണിന് സപ്പോർട്ട് എടുത്തു, പിന്നെയാണ് സ്റ്റോക്ക് ഒന്ന് തിരിച്ചു വന്നു, പിന്നെയും സപ്പോർട്ട് എടുത്ത് പോയി. ഈ സ്റ്റോക്ക് ഇവിടം വരെ പോകണം അല്ലേ, റൈറ്റ്? അപ്പോൾ ഇതുവരെ പോണ സമയത്ത് എന്തുകൊണ്ട് സ്റ്റോക്ക് ഒറ്റയടിക്ക് കയറിപ്പോയില്ല, പാരബോളിക് മൂവ് പോയില്ല? കാരണം ഓരോ ടൈം പ്രോഫിറ്റ് ബുക്കിംഗ് എടുക്കുമ്പോഴും അവിടെയൊക്കെ കൃത്യമായിട്ട് ബയ്യേഴ്സ് സ്ട്രോങ് ആയതുകൊണ്ട് ബയ്യേഴ്സ് ബൈ ചെയ്ത് സ്റ്റോക്കിനെ കയറ്റിയിട്ടാണ് ഈ സോണിൽ എത്തിച്ചത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു സോൺ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോപ്പ് ലോസും മിനിമൽ ആയിരിക്കും, ചെറിയ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഉണ്ടാവുള്ളൂ. ഇതുകൊണ്ട് നമ്മുടെ ലോസ് കുറയ്ക്കാനും പ്രോഫിറ്റ് കൂട്ടാനും പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക.